ചാണ്ടി ഉമ്മൻ ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഒരു പരാജയമാണ്. അദ്ദേഹം നിയമസഭയിലും താല്പര്യപ്പെട്ടു പോവുകയും ചാണ്ടി ഉമ്മനെതിരായിട്ട് ഏതെങ്കിലും ഒരു CPM കാരൻ അവിടെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കുന്നുള്ളത് ശരിയാണ്. അതിനപ്പുറത്ത് വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ചാണ്ടി സാറിൻ്റെ മകനാണ് എന്നുള്ളൊരു താല്പര്യം ആ നാട്ടുകാർക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു തവണയും കൂടി ചാണ്ടി ഉമ്മൻ ജയിച്ച് പോയേക്കാനുള്ള സാധ്യതയുണ്ട്. സാമാന്യമായിട്ട് സവർണ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ടായിട്ടുള്ള ഒരു BJPക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം, പിന്നെ ഒരു യുവ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഷോണിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ആവേശം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് അവിടെ എന്തെങ്കിലും അട്ടിമറി നടത്താം എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാൻ പ്രധാന മത്സരം മാണി സി കാപ്പനും ഷോൺ ജോർജും തമ്മിലായി മാറിപ്പോകാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ കോട്ടയം ജില്ലയുടെ ജയാപജയ സാധ്യതകളിലേക്കാണ് പോകുന്നത്. കോട്ടയം എന്ന പേര് കേട്ടാൽ ജനാധിപത്യ കക്ഷികൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിനും കേരള കോൺഗ്രസിനും വലിയ പ്രാമുഖ്യമുള്ളൊരു പ്രദേശം എന്ന ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക. പ്രത്യേകിച്ചും KM മാണിയുടെ തട്ടകമായ പാലയും അതിൻ്റെ തൊട്ടപ്പുറത്ത് PC ജോർജിൻ്റെ കുത്തകയായിരുന്ന പൂഞ്ഞാറും, പിന്നെ കാഞ്ഞിരപ്പള്ളിയും, അതുപോലെ മനോരമ, ദീപിക, മംഗളം മുതലായ പത്രങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കോട്ടയവും, അതിനപ്പുറത്ത് NSSൻ്റെയും കത്തോലിക്ക തിരുസഭയുടെയും ഒക്കെ ആസ്ഥാന ആവാസ കേന്ദ്രമായ ചങ്ങനാശ്ശേരിയുമൊക്കെ ഉൾപ്പെട്ട ഒരു ജില്ലയാണ്. അതേസമയത്ത് തന്നെ ഈഴവരാതി പിന്നാക്ക സമുദായക്കാർക്ക് പ്രാമുഖ്യമുള്ള ഏറ്റുമാനൂർ പോലെ, അല്ലെങ്കിൽ പഴയ കോട്ടയം അസംബ്ലി മണ്ഡലം പോലെ, അതുമല്ലെങ്കിൽ വൈക്കം പോലെ പട്ടിക സമുദായക്കാർക്ക് പ്രാമുഖ്യമുള്ള സംവരണ സീറ്റായ വൈക്കം പോലെയുള്ള മണ്ഡലങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമായ ഒരു ജനവിഭാഗം, ഒരു സമ്മിശ്രമായ രാഷ്ട്രീയ ചിത്രമാണ് ഈ ജില്ല മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഒറ്റ കേൾവിയിൽ നമുക്ക് UDF കോട്ടയായിട്ട് തോന്നുമെങ്കിലും ചിലപ്പോഴൊക്കെ LDFന് വലിയ മേൽക്കൈ ഉണ്ടാവാറുണ്ട്. ചില മണ്ഡലങ്ങളൊക്കെ അവർ പിടിച്ചെടുക്കാറുണ്ട്. പിടിച്ചെടുത്ത മണ്ഡലങ്ങളും ചിലപ്പോൾ കൈവശം ഇരിക്കുന്ന മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടു പോയ ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ നമുക്ക് 4 മണ്ഡലങ്ങൾ UDFൻ്റെ കയ്യിലും 5 LDFൻ്റെ കയ്യിലും ഇരിക്കുന്നതായിട്ടാണ് കാണപ്പെടുക. അത് കേരള കോൺഗ്രസിലെ ജോസ് മാണി ഗ്രൂപ്പും കൂടി ഉൾപ്പെടുന്ന ഇടതുമുന്നണിയുടെ കാര്യമാണ് ഈ പറയാം. അവിടെ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിൽ 2 സീറ്റുള്ളൂ. ഒന്ന് ഉമ്മൻചാണ്ടിയുടെ തട്ടകമായിരുന്ന പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയാണ് വളരെ കാലം MLA ആയിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചത് മകൻ ചാണ്ടി ഉമ്മനാണ്. ഈ തെരഞ്ഞെടുപ്പിലും UDFൻ്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി അടയാളത്തിൽ ചാണ്ടി ഉമ്മൻ തന്നെ ആയിരിക്കും. ചാണ്ടി ഉമ്മനെതിരായിട്ട് ഏതെങ്കിലും ഒരു CPM കാരൻ അവിടെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കുന്നുള്ളത് ശരിയാണ്. അതിനപ്പുറത്ത് വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കാര്യം ചാണ്ടി ഉമ്മൻ ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഒരു പരാജയമാണ്. അദ്ദേഹം നിയമസഭയിലും താല്പര്യപ്പെട്ടു പോവുകയില്ല. എന്നാലും ചാണ്ടി സാറിൻ്റെ മകനാണ് എന്നുള്ളൊരു താല്പര്യം ആ നാട്ടുകാർക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു തവണയും കൂടി ചാണ്ടി ഉമ്മൻ ജയിച്ച് പോയേക്കാനുള്ള സാധ്യതയുണ്ട്. എത്ര നാളെന്ന് വെച്ചാൽ ആളുകൾ സഹിക്കും എന്നൊരു ചോദ്യം വേറെയുമുണ്ട്. ഏതായാലും ഇന്നത്തെ നിലയ്ക്ക് പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ തന്നെ ജയിക്കാനുള്ള സാധ്യത. കോൺഗ്രസിൻ്റെ കൈവശം ഇരിക്കുന്ന 2ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് കോട്ടയമാണ്. കോട്ടയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷക്കാർക്കും പ്രാമുഖ്യമുള്ളൊരു പ്രദേശമായിരുന്നു. TK രാമകൃഷ്ണൻ നിരവധി തവണ ജയിച്ച സ്ഥലമാണ്. അവിടെ VN വാസവനും ഒരു തവണ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മണ്ഡല പുനർവിഭജനത്തിന് ശേഷം കോട്ടയത്ത് ഉണ്ടായിരുന്ന തിരുവാർപ്പ്, കുമരകം പോലെയുള്ള പഞ്ചായത്തുകൾ ഏറ്റുമാനൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അതുകൂടി ഏറ്റുമാനൂരിൻ്റെ ഇടതുപക്ഷ സ്വഭാവം വർദ്ധിക്കുകയും കോട്ടയത്തിൻ്റെ വലതുപക്ഷ സ്വഭാവം കുറച്ചും കൂടി വ്യക്തമാവുകയും ചെയ്തു. മാത്രമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ ജനകീയനായ ഒരു MLA ആണ്. ജനസ്വീകാരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിനയവും നയവും എല്ലാം കോട്ടയത്തുകാർക്ക് സുപരിചിതനാണ്. അദ്ദേഹം വീണ്ടും കോട്ടയത്ത് ജനവിധി തേടുന്നു എന്ന കാര്യം ഉറപ്പാണ്. സിറ്റിംഗ് MLAമാർക്ക് എല്ലാവർക്കും സീറ്റുണ്ട്. കോൺഗ്രസ്സിൽ ഇപ്പോൾ ഏറ്റവും അധികം കാലം തുടർച്ചയായിട്ട് MLA സ്ഥാനത്തിരുന്ന ആളും കൂടിയാണ് തിരുവഞ്ചൂർ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മേൽക്കൈയുണ്ട്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പോകുന്ന പ്രതിഭകളൊന്നും CPMലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അവിടെ അനിൽകുമാർ എന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് വന്ന് നാട്ടുകാരെ വെറുപ്പിക്കുന്ന ഒരു മാന്യദേഹമുണ്ട്. അദ്ദേഹം മത്സരിക്കുന്നതാണ് കേൾക്കുന്നത്. അതല്ല സുരേഷ് കുറുപ്പിനെ തന്നെ CPM നിർബന്ധിച്ച് ഉന്തിത്തള്ളി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. സുരേഷ് കുറുപ്പ് ഏറ്റുമാനൂരിൽ നിന്ന് ജയിക്കും എന്നുള്ള ഉറപ്പാണ്. കോട്ടയത്ത് നിന്നാലും മോശം സ്ഥാനാർത്ഥിയൊന്നുമല്ല, പക്ഷേ അദ്ദേഹം താല്പര്യപ്പെടുമോ എന്ന കാര്യം സംശയമാണ്. ഇപ്പോഴത്തെ നിലയ്ക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ജയിക്കാനാണ് സാധ്യത. പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റുണ്ട്. അത് കടുത്തുരുത്തിയാണ്. അവിടെ മോൻസിൻ്റെ ഒരു തട്ടകമാണ്. കടുത്തുരുത്തി സത്യം പറഞ്ഞാൽ ഒരു വലിയ UDF മണ്ഡലമാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ശക്തിയേക്കാൾ ഉപരി അവിടെ മാണി ഗ്രൂപ്പിൻ്റെ ശക്തിയുള്ള സ്ഥലമാണ്. പക്ഷേ
മോൻസ് ജോസഫ് എന്ന് പറഞ്ഞാൽ അവിടെ വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. ഒരു MLA എന്നുള്ള നിലയ്ക്ക്, മന്ത്രി എന്നുള്ള നിലയ്ക്കൊക്കെ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. ഇത്തവണ UDF അധികാരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരാൾ കൂടിയാണ് മോൻസ്. അപ്പോൾ അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അതൊരു UDF തരംഗത്തിന് വേണ്ടി നമ്മൾ കാതോർത്ത് നിൽക്കുന്ന ഒരു സമയത്ത് കടുത്തുരുത്തിയിലെ പ്രബുദ്ധരായ സമ്മതിദാന അവകാശകർ മോൻസിനെ തള്ളിക്കളയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മോൻസ് തന്നെ ജയിക്കാനാണ് സാധ്യത. 4ാമത്തെ സീറ്റെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സീറ്റാണ് പാല. അവിടെ DICAയിൽ കൂടി NCPയിൽ വന്ന നമ്മുടെ പ്രിയങ്കരനായ മാണി സി കാപ്പനാണ് മത്സരിക്കുന്നത്. കാപ്പൻ പലതവണ മത്സരിച്ചു. മത്സരിച്ചപ്പോഴൊക്കെ തോറ്റു. മാണി സാറുമായിട്ട് മത്സരിച്ച് തോറ്റ ആളാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് NCPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അദ്ദേഹം ജയിച്ചു. അടുത്ത തവണയായപ്പോഴത്തേക്കും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെ LDFിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അദ്ദേഹം UDFിലേക്ക് പോയി. അങ്ങനെ ഒരു സ്വന്തം പാർട്ടിയുടെ ലേബലിൽ അദ്ദേഹം മത്സരിക്കുകയാണ്. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥിയായിട്ട് ആര് വരും എന്ന് വ്യക്തമല്ല. കഴിഞ്ഞ തവണ ജോസ് കെ മാണി തോപ്പിച്ചാണ് മാണി സി കാപ്പൻ ജയിച്ചത്. ഈ തവണ ജോസ് കെ മാണി അങ്കത്തട്ടിൽ ഇറങ്ങുമോ അതോ മറ്റൊരാളെ പരീക്ഷിക്കുമോ അതോ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി നിഷ ജോസ് കെ മാണി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും മാണി സി കാപ്പൻ വലിയ ആവശ്യത്തിലാണ്, ഉത്സാഹത്തിലാണ്. അദ്ദേഹം ജയം ഉറപ്പിച്ച പോലെയാണ് സംസാരിക്കാൻ പെരുമാറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ശക്തമായി വെല്ലുവിളി ഉയർത്താൻ വന്ന മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. അത് BJP സ്ഥാനാർത്ഥിയായിട്ട് സാക്ഷാൽ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജാണ്. ഷോൺ ജോർജ് നേരത്തെ പ്രതികരിച്ചിരുന്ന പൂഞ്ഞാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അത് ഇപ്പോൾ പാലായിലാണുള്ളത്. നേരത്തെ പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശവും കൂടി ഇപ്പോൾ പാലായിൽ വന്നിട്ടുണ്ട്. പിന്നെ സവർണ ഹിന്ദുക്കളുടെ ഇടയിലും സാമാന്യമായിട്ട് സവർണ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം, BJPക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം, പിന്നെ ഒരു യുവ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഷോണിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ആവേശം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് അവിടെ എന്തെങ്കിലും അട്ടിമറി നടത്താം എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഷോൺ ജോർജ് വലിയ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ പണ്ട് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ PC തോമസ് മത്സരിച്ച പോലത്തെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാൻ ഈ പ്രധാന മത്സരം മാണി സി കാപ്പനും ഷോൺ ജോർജും തമ്മിലായി മാറിപ്പോകാനും സാധ്യതയുണ്ട്. ഇതാണ് പാലായുടെ ഒരു ഫലശ്രുതി. ഇനി LDFൻ്റെ കൈവശം ഇരിക്കുന്ന സീറ്റുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ LDFൻ്റെ കയ്യിലിരിക്കുന്ന അതിൽ CPIയുടെ കയ്യിലുള്ള സീറ്റ് എന്ന് പറയുന്നത് വൈക്കമാണ്. കാലാകാലങ്ങളായിട്ട് CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. വൈക്കത്ത് ഇത്തവണ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് വ്യക്തമല്ല. കാരണം നിലവിലുള്ള MLA ശ്രീമതി ആശയാണ്. ആശ 2 ടേം പൂർത്തീകരിച്ചു. 3ാമത്തെ ടേം ജില്ലാ കമ്മിറ്റി അനുവദിച്ച് ആശയ്ക്ക് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ അവ്യക്തതയുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് തന്നെയായാലും അവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് മണ്ഡലത്തിൻ്റെ പ്രത്യേകത അതാണ്, സവിശേഷത അതാണ്. അപ്പോൾ കോൺഗ്രസ്സിന് ഇത്തവണ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സുപ്രസിദ്ധ ദളിത് ചിന്തകൻ സണ്ണി M കവിക്കാട് മത്സരിക്കും. അവിടെ പരിവർത്തിത ക്രൈസ്തവർക്ക് കുറേ വോട്ടുണ്ട്. ആ വോട്ടുകൾ ഇദ്ദേഹത്തിന് കിട്ടും. CSDS എന്ന സംഘടന പുള്ളിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പത്രക്കാരും ചാനലുകാരും ഒക്കെ പറയുന്നത്. സത്യം പറഞ്ഞ് ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്ത ഒരു ബുദ്ധിജീവിയാണെന്നാണ് ശത്രുക്കൾ പറയുന്നത്. അങ്ങനെ ഈ ബുദ്ധിജീവികളൊന്നും ഇതിനു മുമ്പ് ജയിപ്പിച്ചു വിട്ട പാരമ്പര്യമോ പരിചയമോ പൈതൃകമൊന്നും വൈക്കം മണ്ഡലത്തിന് ഇല്ല. മാത്രമല്ല വേറൊരു അപകടം കൂടി ഉദയം ചെയ്തിട്ടുണ്ട്. അതായത് CPI നേതാവായിരുന്ന മുമ്പ് 2 തവണ വൈക്കത്തെ പ്രതികരിച്ച സാക്ഷാൽ K അജിത്ത്, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നിട്ട് മറ്റ് പല നേതാക്കന്മാരും CPIക്കാരും CPMകാരും ഒക്കെ ആയിട്ട് കുറച്ച് പേരും കൂടി BJPയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയിട്ട് അജിത്ത് രംഗപ്രവേശം ചെയ്യും. അദ്ദേഹത്തിൻ്റെ പരിചയവും അദ്ദേഹത്തിൻ്റെ മറ്റു തരത്തിലുള്ള അനുഭവ പരിചയം എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ 2016 വെള്ളാപ്പള്ളി നടേശൻ BDJS രൂപീകരിച്ചതിന് ശേഷം ഈ BJP BDJS സ്ഥാനാർത്ഥികളുടെ വോട്ടിൻ്റെ ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പരിണതഫലം എന്തായിരിക്കും എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള മേൽക്കോയ്മയുള്ളൊരു മണ്ഡലമാണ് വൈക്കം എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. ഇടതുപക്ഷത്തിന് CPMന് സ്വന്തമായിട്ട് ഒരു MLA ഉള്ള മണ്ഡലമാണ് ഏറ്റുമാനൂർ. ഏറ്റുമാനൂരിൽ നേരത്തെ തോമസ് ചാഴികാടനാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹമാണ് ജയിച്ചുകൊണ്ടിരുന്നത്.
പിന്നീട് ഈ പുനർവിഭജനത്തിന് ശേഷം മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അതിനുശേഷം ഒരു തവണ കൂടി ചാടിക്കാടൻ ജയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് 2 തവണ ശ്രീ സുരേഷ് കുറുപ്പ് അവിടെ മത്സരിച്ചു, ജയിച്ചു. കുറുപ്പ് അജാതശത്രുവായ ഒരു രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയമായിട്ട് എതിർപ്പും ഇദ്ദേഹത്തോട് വിയോജിപ്പുള്ള ആളുകൾ പോലും വ്യക്തിപരമായിട്ട് കുറുപ്പിനെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാൻ മടിയില്ലാത്തവരുമാണ്. അത് അദ്ദേഹം ആദ്യമായിട്ട് മത്സരിച്ച 1984 തെരഞ്ഞെടുപ്പ് തൊട്ട് നമ്മൾ കണ്ടുള്ളതാണ്. അപ്പോൾ കുറുപ്പിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ അതിനേക്കാൾ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് VN വാസവൻ. അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മന്ത്രിയാണ്. കഴിവ് തെളിയിച്ച ഒരു നിയമസഭാ സാമാജികനാണ്. മാത്രമല്ല സകലവിധ നമ്പറുകളും കൈവശമുള്ള ആളാണ്. വാസവനെ സാധാരണയിൽ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണ്. കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. ആ സ്ഥാനാർത്ഥി തോറ്റുപോയി, അദ്ദേഹം മരിച്ചും പോയി. അപ്പോൾ ആ സീറ്റ് കോൺഗ്രസ്സുകാർ റീക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കോൺഗ്രസ്സിന് ജോസഫ് ഗ്രൂപ്പ് വിട്ടുകൊടുക്കാനുള്ള സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം ജോസഫ് ഗ്രൂപ്പുകാർ അങ്ങനെയാണ്, ഈ നീറിൻ്റെ സ്വഭാവമാണ്, പിടിച്ചാൽ പിടിപിടില്ല. അതുകൊണ്ട് കടി പിടിച്ച അവസാനം ഈ സീറ്റ് ജോസഫ് ഗ്രൂപ്പ് തന്നെ മേടിക്കുകയും അവിടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയും ആ സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്യാനാണ് സാധ്യത. അതല്ല കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ, കോൺഗ്രസ്സിൽ നല്ല സ്ഥാനാർത്ഥികളുണ്ട്. DCC പ്രസിഡന്റ് സുരേഷ്, നാട്ടകം സുരേഷ് തയ്യാറായി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ കുറച്ചുകൂടി ജനപ്രീതിയുള്ള മറ്റൊരു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോപകുമാറാണ്. പുള്ളിയും മത്സരിക്കാൻ സന്നദ്ധരായി നിൽക്കുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. സീറ്റ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പിടിച്ച് മേടിക്കുകയാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പിന് ഏത് സീറ്റ് തിരിച്ചു കൊടുക്കും? അവിടെ നാട്ടക സുരേഷായിരിക്കുമോ അതോ ഗോപകുമാറായിരിക്കുമോ അതോ ചില ആളുകൾ പറയുന്ന പോലെ ജോസഫ് വാഴക്കൻ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിക്കുമോ ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രവചനം നടന്നതിൽ കഥയില്ല. സാധാരണഗതിയിൽ നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ വാസവനെ തോൽപ്പിക്കുക എളുപ്പമല്ല. കാര്യം ഇവിടെ ഒരു വലിയ UDF തരംഗമുണ്ട് എങ്കിൽ പോലും കോട്ടയത്ത് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ വാസവനെ തോൽപ്പിക്കുക മിക്കവാറും അസാധ്യം എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അവശേഷിക്കുന്ന 3 നിയോജകമണ്ഡലങ്ങൾ കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ എന്നിവയാണ്. ഇതിൽ ചങ്ങനാശ്ശേരി ഏത് കാലത്തും മാണി ഗ്രൂപ്പ് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണ്. അവർ ഇടതു മുന്നണിയിലായിരിക്കുമ്പോഴും ജയിക്കും, വലതു മുന്നണിയിലാവുമ്പോഴും ജയിക്കും. ഇത്തവണയും മാണി ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പ് തമ്മിലായിരിക്കും അവിടെ ഏറ്റുമുട്ടലുണ്ടാകുക. UDF തരംഗമായതുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിന് ചെറിയൊരു വിജയപ്രതീക്ഷയുണ്ട്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇടതു മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ജോസ് കെ മാണിയുടെ വിഭാഗം തന്നെ ജയിക്കാനാണ് സാധ്യത. കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥിതി ഏറെക്കുറെ ഇത് തന്നെയാണ്. ഇടതു മുന്നണിയിലായിരിക്കുമ്പോഴും വലതു മുന്നണിയിലായിരിക്കുമ്പോഴും അവിടെ മാണി ഗ്രൂപ്പാണ് ജയിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വളരെ പണ്ടാണ് 2 തവണ കാനം രാജേന്ദ്രൻ ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അന്ന് വാടൂർ മണ്ഡലമായിരുന്നു, കാഞ്ഞിരപ്പള്ളി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളി എന്ന് വ്യവഹരിക്കുന്ന മണ്ഡലം പണ്ട് വാഴൂരായിരുന്നു. അതിനോടുകൂടി കാഞ്ഞിരപ്പള്ളിയും കൂടി കൂട്ടിച്ചേർത്ത് പഴയ വാഴൂരിനെ കാഞ്ഞിരപ്പള്ളിയാക്കി പേര് മാറ്റിയതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള മണ്ഡലത്തിൽ അവിടെയും മാത്രമല്ല പ്രിയങ്കരനായ മുൻ MLA കെ നാരായണക്കുറുപ്പിൻ്റെ മകൻ ഡോക്ടർ N ജയരാജനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം വലിയ ജനസ്വാധീനമുള്ള ആളാണ്. സാമുദായികമായിട്ടും വളരെയധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിവുള്ള ആളാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ ആരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ആ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുക്കും അതും അറിയില്ല. കഴിഞ്ഞ തവണ ജോസഫ് വാഴക്കനാണ് മത്സരിച്ച്, ഇത്തവണ വാഴക്കൻ വീണ്ടും കാഞ്ഞിരപ്പള്ളിയിൽ പോയി ഭാഗ്യം പരീക്ഷിക്കുമോ അതും അറിയില്ല. പിന്നെ കാഞ്ഞിരപ്പള്ളി BJPക്ക് നല്ല ശക്തിയുള്ള സ്ഥലമാണ് ഇപ്പോഴത്തെ നിലയ്ക്ക്. അവിടെ BJP സ്ഥാനാർത്ഥി ആരായിരിക്കും, ആ സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കും എന്നുള്ളതും ഇവിടെ നിർണായകമായേക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിക്കാൻ പോകുന്നൊരു മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണ്. അത് പൂഞ്ഞാറാണ്. പൂഞ്ഞാറിൽ കഴിഞ്ഞ തവണ PC ജോർജ് പരാജയപ്പെട്ടു. അദ്ദേഹം വലിയ മത്സരം സംഘടിപ്പിച്ചെങ്കിലും 2ാം സ്ഥാനത്ത് എത്താനേ കഴിഞ്ഞുള്ളൂ. കേരള കോൺഗ്രസ് ജോസ് മാണി വിഭാഗത്തിൽപ്പെട്ട സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് ജയിച്ചത്. കുളത്തുങ്കൽ ജയിച്ചതല്ല, കുളത്തുങ്കലിനെ ജയിപ്പിച്ചതാണ് അവിടുത്തെ നല്ലവരായ കോൺഗ്രസ്സുകാരും ഒരു വിഭാഗം കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ചേർന്ന്. മുസ്ലിം ലീഗ് ഔപചാരികമായിട്ടും ഔദ്യോഗികമായിട്ടും UDFൻ്റെ ഭാഗമാണെങ്കിൽ പോലും PC ജോർജ് ഒരു കാരണവശാലും ജയിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് ലീഗുകാരും അതുപോലെ കോൺഗ്രസ്സുകാരായ ചില മുസ്ലിങ്ങളും പിന്നെ പോപ്പുലർ ഫ്രണ്ടുകാരും PDPക്കാരും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരും എല്ലാം കൂടി ചേർന്ന് ഈരാറ്റുപേട്ട മുനിസിപ്പൽ ടൗൺ ഏരിയയിൽപ്പെട്ട മുഴുവൻ മുസ്ലിം വോട്ടുകളും സമാഹരിച്ച് കുളത്തുങ്കലിന് കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ടോമി കല്ലാനിയായിരുന്നു. അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു.
അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ഭൂമികയാണ് പൂഞ്ഞാറിനുള്ളത്. പി സി ജോർജ് വീണ്ടും മത്സരിക്കുന്നു. ഇത്തവണ സ്വതന്ത്രമായിട്ടല്ല, റിബലായിട്ടല്ല, ഇത്തവണ BJP സ്ഥാനാർത്ഥിയായിട്ട് താമര അടയാളത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മത്സരം. അപ്പോൾ വലിയ മത്സരം തന്നെ നമുക്ക് പൂഞ്ഞാറിൽ പ്രതീക്ഷിക്കാം. ഏത് മുന്നണി ജയിക്കും, ഏത് സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളത് ഈ ഘട്ടത്തിൽ പ്രവചിക്കാനേ പറ്റുകയില്ല.